അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയൊരു സദസ്സ്, ആ സദസ്സിൻ്റെ മുന്നിൽ അൽഹംദുലില്ലാ ഞാൻ നടത്തിയ ഒരു പ്രഭാഷണം ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടിയാണ്. അപ്പോൾ അതിലിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ നിങ്ങളുടെ ക്ലാസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ ഓപ്പൺ സ്റ്റേജിൽ വഅള് എന്ന് പറയില്ല, വഅള് മതപ്രഭാഷണം, അത് പലരും ചോദിച്ചു, നിങ്ങളെ ഉസ്താദിൻ്റെ മതപ്രഭാഷണം ഉണ്ടോ എന്ന്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടി നമ്മൾ നടത്തിയ ഒരു മതപ്രഭാഷണമാണ്. നിരവധി ആളുകൾ അത് ലൈവിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചാനലിലുള്ള പല സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അത് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ പരിപാടിയിൽ നിന്നും കാതലായ ചില ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു പ്രസംഗമായിരുന്നു. നിരവധി പേര് അഭിപ്രായങ്ങൾ പറഞ്ഞ പ്രസംഗമാണ് അൽഹംദുലില്ലാ. അപ്പോൾ നിരവധി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും അതിലുണ്ടാകും. അല്ലാഹു തആല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് തരട്ടെ. അപ്പോൾ നമുക്ക് ആ പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടാലോ? അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രസംഗത്തിലേക്ക് കിടക്കാം. ഒരിക്കൽ മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പോരട്ടെ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് ദുനിയാവും നാളെ ആഖിറവും വിജയിക്കാൻ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ? എനിക്ക് ദുനിയാവും നാളെ ആഖിറവും വിജയിക്കാൻ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ചെയ്യാം, ആ ഒരു കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ സ്വഹാബാ, ഒരു കാര്യമല്ല 4 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒരു മനുഷ്യന്റെ ദുനിയാവും നാളെ ആഖിറവും വിജയിക്കാൻ 4 കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകം അറിയപ്പെട്ട പ്രവാചകനാണല്ലോ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, എന്റെ പരലോകം വിജയിക്കാൻ ഒരു കാര്യം പറഞ്ഞു തരുമോ? ആ സമയത്ത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പറഞ്ഞു കൊടുത്ത 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങൾ സ്വഹാബത്തെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ. എന്നിട്ട് മുത്ത് റസൂൽ പറയുകയാണ്, അർബഉം മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഇല്ലെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ താമസിക്കല്ലേ. മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, ഏത് സമയത്താണ് നമ്മളെ അസ്രാഈൽ വന്ന് മാടി വിളിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 4 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് വേഗത്തിൽ തന്നെ കരസ്ഥമാക്കണം. ഈ പറയുന്ന 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവനിക്ക് ഉറപ്പിക്കാം എന്ത്, ഈ ദുനിയാവും നാളെ ആഖിറവും വിജയിക്കുമെന്ന്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നാമതായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടതെന്തെന്നറിയോ? ഈ ദുനിയാവും നാളെ ആഖിറവും വിജയിക്കാൻ ഒന്നാമതായി വേണ്ടത് ഖൽബൻ ഷാകിറാ, നന്ദിയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹു എത്രയോ 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 അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത്. ചെറുതാവട്ടെ വലുതാവട്ടെ എത്രയോ നിഅമത്തുകളാണ് തന്നിട്ടുള്ളത്. ആ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദിയുള്ളവരാണോ, അൽഹംദുലില്ലാ പറയുന്നവരാണോ, ശുക്ർ ചെയ്യുന്നവരാണോ, എങ്കിലേ ദുനിയാവും നാളെ ആഖിറവും വിജയിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്.
പറയുകയാ. അറിയുമോ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ഒരു കടലിന്റെ കരയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബീച്ചിലൂടെ മഹാനായ മൂസാ നബി ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് അല്ലാ ഒരു മനുഷ്യനതാ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. മഹാനായ മൂസാ നബി അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, രണ്ട് കൈകളും രണ്ട് കാലുകളും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. രണ്ട് കൈകളും കാലുകളും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. അയാളുടെ പൃഷ്ഠഭാഗം കൊണ്ടാണ് അയാൾ ഇങ്ങനെ നിരങ്ങി പോകുന്നത്. ആ സമയത്ത് ആ മനുഷ്യനെ ശ്രദ്ധിക്കുമ്പോ അയാൾ ഇങ്ങനെ രണ്ട് കണ്ണുകളും ഇങ്ങനെ മേലേക്ക് ഉയർത്തിയിട്ട് അയാൾ പറയുന്ന വചനം എന്തെന്നറിയോ? അല്ലാഹുവിനെ കുറ്റം പറയുകയാണ്. അല്ലാഹുവിനെ കുറ്റം പറയുകയാണ്. അല്ലാഹുവേ, നീ എത്ര ക്രൂരനാണ്. അല്ലാഹുവേ, നീ എത്ര മോശപ്പെട്ടവനാണ്. അല്ലാഹുവേ, നീ എത്ര കാഠിന്യം ഹൃദയമുള്ളവനാണ്. അല്ലാഹുവേ, നീ എത്ര ദുഷ്ടനാണ്. അല്ലാഹുവേ, നീ എത്ര കരുണയില്ലാത്തവനാണ്. ഇങ്ങനെ അല്ലാഹുവിനെ കുറ്റം പറയുകയാ. എനിക്ക് രണ്ട് കൈകൾ നീ തന്നില്ലല്ലോ, എനിക്ക് രണ്ട് കാലുകൾ തന്നില്ലല്ലോ, അതുപോലെ തന്നെ എനിക്ക് സമ്പത്ത്, എനിക്ക് കുടുംബ മഹിമയില്ല. എന്നാൽ നിന്റെ പ്രവാചകനായി കടന്നു വന്ന മൂസയുണ്ടല്ലോ, ആ മൂസ പ്രവാചകർക്ക് നീ രണ്ട് കൈകൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് കാലുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സമ്പത്ത് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, പ്രവാചകത്വം കൊടുത്തിട്ടുണ്ട്, കുടുംബ മഹിമ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരനായ എന്നോട് നീ എന്തിനാണ് പടച്ചോനെ ഇത്രയധികം ക്രൂരത കാണിച്ചത്? എനിക്ക് രണ്ട് കൈയില്ല, കാലില്ല, സമ്പത്ത് വർത്തമാനമാണോ താൻ പറയുന്നത്? അല്ലാഹു നിനക്ക് തരാത്ത രണ്ട് കൈകൾ, അല്ലാഹു നിനക്ക് തരാത്ത രണ്ട് കാലുകൾ. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഈ രണ്ട് കൈകൾ ഞാൻ നിനക്ക് തരാം, എൻ്റെ രണ്ട് കാലുകളും ഞാൻ നിനക്ക് തരാം, എൻ്റെ സമ്പത്തും ഞാൻ നിനക്ക് തരാം. എനിക്ക് പകരമായി ഒരു കാര്യം മാത്രമാണ് നീ തരേണ്ടത്. അതെന്താണെന്നറിയുമോ? നിനക്ക് രണ്ട് കണ്ണുകൾ അല്ലാഹു തന്നിട്ടില്ലേ? ആ രണ്ട് കണ്ണുകൾക്ക് കാഴ്ചയും പടച്ചവൻ തന്നിട്ടില്ലേ? എന്നാൽ ആ രണ്ട് കണ്ണുകളിൽ ഒരു കണ്ണ് മാത്രം എനിക്ക് ചൂഴ്ന്നു തരുമോ? എനിക്ക് പറിച്ചു തരുമോ? എൻ്റെ രണ്ട് കൈകളും കാലുകളും എൻ്റെ സമ്പത്തും ഞാൻ നിനക്ക് തരാമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനോട് പറയുന്ന സമയത്ത് അയാൾ പറയുകയാണ്, മൂസാ, കളിയാക്കല്ലടോ, പരിഹസിക്കല്ലടോ, ഞാൻ എൻ്റെ കണ്ണ് തനിക്കെന്തിനാണ് തരുന്നത്? മൂസാ നബിയോട് അയാൾ ദേഷ്യപ്പെടുകയാണ്. ഞാൻ എന്തിനാണ് മൂസാ എൻ്റെ കണ്ണ് നിനക്ക് തരുന്നത്? ഞാൻ ഈ കണ്ണ് തന്നാൽ ഈ കാണുന്ന ആകാശം ഞാൻ എങ്ങനെയാണ് കാണുക? ഈ കാണുന്ന ഭൂമി എങ്ങനെയാണ് ഞാൻ കാണുക? ഈ കാണുന്ന സമുദ്രത്തെ ഞാൻ എങ്ങനെയാണ് നോക്കുക? ആ സമയത്താണ് മൂസാ നബി പറഞ്ഞത്, എടോ, നിനക്ക് രണ്ട് കൈയില്ല, കാലില്ല, സമ്മതിച്ചു. എന്നാൽ ലോകത്ത് എത്രയോ മനുഷ്യർക്കാണ് അല്ലാഹു തആല കണ്ണ് കൊടുക്കാത്തത്, കണ്ണുണ്ട് പക്ഷേ കാഴ്ച കൊടുക്കാത്തത്. അതുകൊണ്ട് അല്ലാഹു നിനക്ക് തന്നിട്ടുള്ള നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്തുകൾ ചെറുതാവട്ടെ വലുതാവട്ടെ, അതിന് നീ ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഈ ദുന്യാവും നാളെ ആഖിറവും നിനക്ക് വിജയിക്കാമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് പഴയ ഒരു സാൻഡ്രോ കാറിലാണ്. ഇന്നോവ ഇല്ല, എക്സ്യു ഇല്ല, ബെൻസിൽ, ഒരു സാൻഡ്രോ കാറിലാണ് ഞാൻ വന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുക, പടച്ചോനെ, എനിക്കൊരു ഇന്നോവ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു ഫോർച്യൂണർ ഉണ്ടായിരുന്നെങ്കിൽ, ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ട് വഴി കൂടെ പോകുന്ന ഫോർച്യൂണറുകാരെയും അല്ലെങ്കിൽ എന്താണ് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഇന്നോവയുള്ള മുതലാളിയൊക്കെ ഞാനിങ്ങനെ കുറ്റം പറയാനും അവരെ തെറി പറയാനും പോയാൽ എനിക്ക് ഇന്നോവ കിട്ടുമോ? ഇല്ല. അതിൽ ഞാൻ തന്നെ എൻ്റെ സാൻഡ്രോ പടച്ചോൻ എനിക്ക് നീ തന്നു. ഇതില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഇതില്ലാതെ ബൈക്കിൽ പോകുന്ന ആളുകൾ, അല്ലേ? ഒരു കാറില്ലാതെ ബൈക്കിൽ ഒരു കുടുംബവുമായി പോകാൻ കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? ഭാര്യ പുറകിലിരുത്തും, മക്കളെ രണ്ടുപേരെ മുന്നിലിരുത്തും, പിന്നെ ഒരാളെ പിറകിലിരുത്തും. ഇങ്ങനെ പോകുമ്പോൾ പോലീസ് പിടിക്കും. അപ്പം ഇങ്ങനെ ഒരു കാറില്ലാത്തതിൻ്റെ വിഷമമുള്ള എത്രയോ ആളുകൾ. ഞാൻ അവരെയാ നോക്കേണ്ടത്. എപ്പോഴും എൻ്റെ താഴെ ഉള്ള ആളുകളിലേക്ക്. നമ്മുടെ കണ്ണ് അങ്ങനെ പോകില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കുള്ളൂ, അല്ലേ? ഇങ്ങനെ നോക്കുള്ളൂ, മുകളിലുള്ള ആളുകളിലേക്ക് നോക്കുള്ളൂ. അപ്പം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ചെറുതാവട്ടെ വലുതാവട്ടെ. ഉമ്മച്ചുമാരിപ്പോൾ നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന സൈനവാടെയും അടുത്തിരിക്കുന്ന ഉമ്മ കുൽസൂൻ്റെയും ഫാത്തിമാടെയൊക്കെ കയ്യിൽ നോക്കിയേ മലബാറിൽ നാം തോന്നുന്നു രണ്ട് തടവളയുണ്ട്. അത് സ്വന്തം കയ്യിലൊക്കെ, ഓ, ഇതൊരു ഈർക്കിൽ വളയാണ്. ഇങ്ങനെ സ്വർണ്ണ വളയുടെയും
അതെ കമ്മലിൻ്റെയൊക്കെ അത് നോക്കാനല്ല നമ്മളിവിടെ വന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ശരിയല്ലേ? ഉറങ്ങാൻ പറ്റൂല. അതാണ് അള്ളാഹിൻ്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത്, സമാധാനത്തോടു കൂടി ഉറങ്ങണോ, അള്ളാഹു തന്നത് തൃപ്തിപ്പെട്ട് ശുക്ർ പറഞ്ഞ് അവിടെ ഇരിക്കാം. എങ്കിൽ ദുന്യാവ് രക്ഷപ്പെടാം, നാളെ ആഖിറം രക്ഷപ്പെടാം. ഇന്നോവയെ പോകുന്ന ആളുകളെ ഞാൻ തെറി പറയാൻ നിന്നാൽ, ഞാൻ കുറ്റം പറയാൻ നിന്നാൽ എനിക്കതിനേ പറ്റൂ, എനിക്ക് ഉറക്കം വരൂല. അതുകൊണ്ട് ഞാൻ എപ്പോഴും താഴെയുള്ള ബൈക്കിൽ പോകുന്ന ആളുകൾ കാണുമ്പോൾ അയാൾക്ക് കാറില്ലല്ലോ, എനിക്ക് കാറെങ്കിലും ഉണ്ടല്ലോ, ഈ സാൻഡ്രോ എങ്കിലും ഉണ്ടല്ലോ എന്ന ഒരു ശുക്റിൻ്റെ വാക്ക് പറഞ്ഞാൽ അതെനിക്ക് ദുന്യാവും വിജയിക്കാൻ പറ്റും, ആഖിറവും വിജയിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഹദീസുകളിൽ കാണാം, നിങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായി മാറണം. എങ്ങനെ? വെറുതെ നന്ദി ചെയ്യണ്ട. അള്ളാഹ്ക്ക് വെറുതെ നമ്മൾ ആരും നന്ദി ചെയ്യണ്ട. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ മനസ്സിലാക്കിയിട്ട് മാത്രം അള്ളാഹ്ക്ക് നന്ദി ചെയ്താൽ മതി. അതിനെന്ത് ചെയ്യണം? ആകാശത്തേക്ക് നോക്കണ്ട, കടലിലേക്ക് നോക്കണ്ട, അല്ലെങ്കിൽ എന്താണ് വലിയ രാജ്യങ്ങളൊന്നും സന്ദർശിക്കേണ്ട കാര്യമില്ല, ഒരു സ്ഥലത്തേക്കും പോവണ്ട. അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ, അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള നിഅമത്ത് അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ മതി. ഞാൻ എന്നെ ഇങ്ങനെ നോക്കിയാൽ മതി, നിങ്ങളെ തന്നെ നോക്കിയാൽ മതി. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. ഒരാൾ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയാൽ അവൻ അള്ളാഹിനെ മനസ്സിലാക്കിയവനാണ്. ഈ കൂട്ടത്തില് +2 പഠിക്കുന്ന കുട്ടികളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 8, 9 പഠിക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥി നമ്മുടെ മക്കളുണ്ട്. അവരോട് ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റും. പഠിക്കുന്നവരാണ്, കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ പഠിക്കും. എന്ത്? പ്രപഞ്ചത്തിൽ ഒരുപാട് എന്തുണ്ട്? മൂലകങ്ങൾ, ഒരുപാട് മൂലകങ്ങളുണ്ട്. ഏതൊക്കെയത്? ഓക്സിജൻ, കാർബൺ, അയൺ, ഹൈഡ്രജൻ, കാൽസ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, മഗ്നീഷ്യം, കോപ്പർ, അയഡിൻ, സിങ്ക്, സിലിക്കോൺ, ഇങ്ങനെ ഒരുപാട് മൂലകങ്ങളുണ്ട്. ഇതൊക്കെ പ്രപഞ്ചത്തിൽ മാത്രമല്ല, എൻ്റെ ശരീരത്തുണ്ട്, നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അല്ലേ? കാൽസ്യം കുറയുമ്പോൾ, അയൺ കുറയുമ്പോൾ, അയഡിൻ കുറയുമ്പോൾ അവിടെ വേദന, ഇവിടെ തരിപ്പ്, അല്ലേ? ഷുഗർ കൂടുന്നു, കുറയുന്നു, പ്രഷർ കൂടുന്നു, കുറയുന്നു. എന്തേ? അള്ളാഹു നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ള മൂലകങ്ങൾ കൂടുമ്പോൾ നമുക്ക് ശരീരത്തിൽ പല സ്ഥലത്തും വേദനയുണ്ടാകും. അപ്പൊ പറയണ്ടേ അൽഹംദുലില്ലാന്ന്? ഇവിടെയുള്ള എത്രയോ ആളുകൾ, അല്ലേ, എണീക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് നമ്മളെപ്പോലെ ചാടി എഴുന്നേക്കാൻ പറ്റുന്നില്ല. എത്രയോ ആളുകൾക്ക് നടുവേദനയാ. അപ്പൊ നടുവേദന ഇല്ലാത്ത ഞാൻ പറയണ്ടേ അൽഹംദുലില്ലാന്ന്? എത്രയോ ആളുകൾക്ക് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഉണ്ടാകും, ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ടാകും, അല്ലെങ്കിൽ എന്താണ് ക്യാൻസർ പോലെ മാരകമായ ആ ഒരു അസുഖം ബാധിച്ചവരുണ്ടാകാം. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ പരിസരത്ത്, ഞങ്ങളുടെ കുടുംബത്തിൽ അത്തരത്തിൽ ഒരുപാട് രോഗങ്ങൾ വന്നവരുണ്ട്. റബ്ബേ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ശരീരം എന്ന് പറഞ്ഞാലേ കോടിക്കണക്കിന് രൂപയുടെ മുതലാണ്. നിങ്ങളുടെ ശരീരം കോടിക്കണക്കിന് രൂപയുടെ മുതലാണ്, അല്ലെ? നമ്മുടെ തലച്ചോറും, കണ്ണ്, ഹൃദയം, വൃക്ക, കരൾ, കിഡ്നി, പാൻക്രിയാസ്, രക്തം, ത്വക്ക്, നരമ്പ്, ഇതൊക്കെ കൂടി ഒന്ന് അങ്ങോട്ട് വിറ്റാൽ ലോകത്ത് കോടിക്കണക്കിന് രൂപ നമുക്ക് തരാൻ ആളുകൾ റെഡിയാണ്. എൻ്റെ ഈ കണ്ണ് കൊടുത്താൽ ഇത് വാങ്ങാൻ നിരനിരയായി ആളുകളുണ്ട്. എൻ്റെ കിഡ്നി വാങ്ങാൻ ആളുകൾ നിരനിരയായി നിൽക്കുന്നു. അതുപോലെ എൻ്റെ നരമ്പ് വാങ്ങാൻ, എൻ്റെ ത്വക്ക് വാങ്ങാൻ, എൻ്റെ തൊലി വാങ്ങാൻ, നമ്മുടെയൊക്കെ അവയവങ്ങൾ വാങ്ങാൻ ആളുകൾ ലോകത്ത് റെഡിയാണ്. അള്ളാഹ് നമുക്ക് തന്നിട്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട്, ഈ ശരീരം, ഈ രക്തം, ഈ നരമ്പൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് നമുക്കൊരു വിലയില്ല. നമ്മളൊക്കെ ഇങ്ങനെ ബൈക്കിലൂടെ പോകുമ്പോൾ, രാത്രി പോകുമ്പോൾ പ്രാണി കണ്ണി ചിലപ്പോൾ വീഴാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കുടയും, ചിലപ്പോൾ പോകാം, പോയില്ലെങ്കിലോ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകും, എന്നിട്ട് പോയില്ലെങ്കിലോ അതെടുത്തിങ്ങനെ കളയും. പലപ്പോഴും തിരുമാറുണ്ട്. അങ്ങനെ തിരുമാൻ പാടില്ലെന്നാണ്. കാരണം ഒരാഴ്ച മുമ്പ് ഒരു സഹോദരൻ വന്ന് അദ്ദേഹം ഇങ്ങനെ പരിഭവം പറഞ്ഞു. അതായത് അദ്ദേഹം ഇങ്ങനെ ബൈക്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രാണി കണ്ണിൽ വീണു. വെറുതെ ഒന്ന് സാധാരണ തിരുമുന്ന പോലെ തിരുമി, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കിടന്ന് വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഏകദേശം ഒരു 3 മണി 4 മണിയാകുമ്പോൾ ഭയങ്കര അസ്വസ്ഥത, വേദന, ചാടി എഴുന്നേറ്റു. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അടുത്ത് കിടന്ന ഭാര്യ വിളിച്ചു നോക്കുമ്പോൾ അവർ പേടിച്ചു പോയി. ഈ ഇടത് കണ്ണ് ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റിയതാണ്? ഒന്നും പറ്റിയില്ല. എന്തെങ്കിലും കണ്ണിൽ വീണിരുന്നോ? ഇന്നലെ പോയപ്പോൾ ഒരു പ്രാണി വീണു, അപ്പോൾ ഒന്ന് തിരുമി. അതെ, അത് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഉസ്താദ് 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, ഏകദേശം 75,000 രൂപ ചെലവാക്കി അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. 75,000 രൂപ ആയിട്ടേ ഉള്ളൂ, ഇനിയും ലക്ഷങ്ങളാവാൻ താമസമില്ല.
ഒരു പ്രാണിയെ കൊണ്ട് ലക്ഷങ്ങൾ നമ്മളിൽ നിന്നും മുടപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും. അതുകൊണ്ട് ഏത് സമയത്തും അൽഹംദുലില്ലാ എന്നൊരു വാക്ക് നമ്മുടെ വായിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ശരീരം ഒരു ദിവസം 1 ലിറ്റർ ഉമിനീരാണ് നമ്മുടെ വായിൽ നിന്നും പോകുന്നതെന്നാണ്. ഒരാൾ 1 ലിറ്ററിൻ്റെ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് വാ തുറന്നു വെച്ചാൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരമാകുമ്പോൾ 1 ലിറ്റർ ഉമിനീരിങ്ങനെ വീഴുമെന്നാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ പ്രസംഗം തുടങ്ങിയിട്ട് ഏകദേശം 36 മിനിറ്റും 46 സെക്കൻഡുമായി. ഞാൻ ഇവിടെ വന്നിട്ട് എത്രയോ പ്രാവശ്യം ശ്വാസമെടുത്തു, നിശ്വസിച്ചു. നിങ്ങളും അല്ലേ, പലരും ശ്വാസമൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ടാവും അല്ലേ, ശ്വാസമെടുത്ത് നിശ്വസിച്ചു. നമ്മൾ അറിഞ്ഞോ? ഇല്ല. ഇപ്പം അറിയുന്നുണ്ടാവും, ഇപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടാകും. അള്ളാഹു പറയുന്നു എന്ത്? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. പടച്ചോൻ നാളെ തൊട്ട് പറയുവാണ് എന്ത്? നിങ്ങളെ നാളെ തൊട്ട് ശ്വാസം എടുക്കുമ്പോൾ ബിസ്മില്ലാ, ശ്വാസം നിശ്വസിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്നെങ്ങാനും അല്ലാഹു തആല നമ്മളോട് പറയണം. അങ്ങനെ ഒരു കൽപ്പന വന്നിരുന്നെങ്കിൽ ഞാനും നിങ്ങളും കുടുങ്ങിപ്പോവില്ലേ? ബിസ്മിയും അൽഹംദും പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പം അള്ളാഹു നമ്മൾ അറിയാതെ പടച്ചോൻ എത്രയോ നിഅമത്താണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ശരീരത്ത് തന്നിട്ടുള്ളതെന്നാണ്. ഇപ്പം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ സാധാരണ അല്ലേ, വെള്ളം കുടിക്കുക എന്താ? മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പറയും എന്ത്? വെള്ളം കുടിക്കാൻ ധാരാളം. നമ്മുടെയൊക്കെ വിചാരം, എൻ്റെ ഉൾപ്പെടെ വിചാരം എന്താണ്? നമ്മൾ കുടിക്കുന്ന വെള്ളം അതേ രൂപത്തിൽ മൂത്രമായിട്ട് പോകുന്നു എന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം അത് മൂത്രമായി പുറത്തേക്ക് പോകുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോസസ്സിങ് നടന്നിട്ടാണ്. എങ്ങനെ കേട്ടോ? ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം സാധാരണ 1.5 ലിറ്റർ മൂത്രമൊഴിക്കുന്ന 1.5 ലിറ്റർ മൂത്രം സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം. ഇങ്ങനെ 1.5 ലിറ്റർ മൂത്രം ഒരാൾ ഒരു ദിവസം ഒഴിക്കണമെങ്കിൽ വൃക്ക രക്തത്തെ ശുദ്ധീകരിച്ച് മൂത്രത്തെ ഉൽപ്പാദിപ്പിക്കണം. അല്ലാതെ നമ്മളെ കുടിക്കുന്ന വെള്ളം, ചായ അതേപോലെ മൂത്രമായിട്ട് വൃക്കയിൽ ഉള്ളത് 28 ലക്ഷം നെഫ്രോണുകൾ പ്രവർത്തിക്കണമെങ്കിൽ 120 ലിറ്റർ ഫിൽറ്റർ ദ്രാവകം നമ്മുടെ ശരീരത്ത് വേണം. 120 ലിറ്റർ ഫിൽറ്റർ ദ്രാവകം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വൃക്കയിലൂടെ ഒരു ദിവസം 1350 ലിറ്റർ രക്തം റൊട്ടേറ്റ് ചെയ്യണം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 1350 ലിറ്റർ രക്തം ഇല്ല. ഒരു പുരുഷന്റെ ശരീരത്തിൽ 5 ലിറ്ററും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ 4 ലിറ്റർ രക്തമാണുള്ളത്. പിന്നെ എങ്ങനെ ഈ 1350 ലിറ്റർ രക്തം നമ്മുടെ വൃക്കയിലൂടെ കറങ്ങും? അതിന് അള്ളാഹു ചെയ്യുന്ന പരിപാടി, ഈ 5 ലിറ്റർ രക്തം, എൻ്റെ ശരീരത്തിലുള്ള 5 ലിറ്റർ രക്തത്തെ 350 പ്രാവശ്യം അള്ളാഹു തആല വൃക്കയിലൂടെ കറക്കി 120 ലിറ്റർ ഫിൽറ്റർ ദ്രാവകം ഉണ്ടാക്കിയാണ് ഞാൻ മൂത്രമൊഴിക്കുന്നത്, നിങ്ങൾ മൂത്രമൊഴിക്കുന്നു. ഇതൊക്കെ വല്ല അറിയണ്ടോ? ചുമ്മാ വെള്ളം കുടിക്കുന്നു, മൂത്രം പോകുന്നു. അള്ളാഹ് തന്നിട്ടുള്ള നിഅമത്തൊന്ന് എണ്ണാൻ തുടങ്ങിയാൽ തീരൂല എന്നാണ്. എണ്ണി തീരൂല. എത്രയോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എത്രയോ നമ്മൾ അള്ളാഹനെ സ്തുതിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ കടുവാപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സഹോദരനെ പരിചയപ്പെട്ടു. ആ സഹോദരനുമായി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ഉസ്താദേ, ഞാൻ പോകുന്നത് തിരുവനന്തപുരം RCCയിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ വാപ്പയ്ക്ക് ക്യാൻസറായി അവിടെ അഡ്മിറ്റാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പറ്റിയത്? ആ സഹോദരൻ പറയുകയാണ്, ഉസ്താദ്, 6 മാസമായി എൻ്റെ വാപ്പ അവിടെ അഡ്മിറ്റാണ്, ക്യാൻസർ രോഗമാണ്. എവിടെയാണ് ക്യാൻസർ? ആമാശയത്തിലാണ് ക്യാൻസർ ഉള്ളത്. ഒരു സൂചിക്കുത്തിന്റെ വലിപ്പം മാത്രമാണ് വാപ്പക്കുള്ള ക്യാൻസറിന്റെ അളവ്. പക്ഷേ 6 മാസമായി വാപ്പ വായ കൊണ്ടെന്തെങ്കിലും ഭക്ഷിച്ചിട്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ രക്തത്തോടൊപ്പം ഛർദ്ദിക്കുകയാണ്. ഡോക്ടർമാര് പറഞ്ഞത് ഭക്ഷണം കൊടുക്കണ്ട, വെള്ളം കൊടുക്കണ്ട, ഒരു വെളുത്ത ദ്രാവകം ഇങ്ങനെ വാപ്പയുടെ നരമ്പിലൂടെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാക്കറ്റ് ആ ഒരു വെളുത്ത ദ്രാവകം എന്താണെന്നറിയില്ല, മെഡിസിൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫുഡായിരിക്കാം. അത് ഏകദേശം 2500 രൂപയാണ്. 2500 രൂപയാണ്. അങ്ങനെയുള്ള 4 പാക്കറ്റ് ഒരു ദിവസം വാപ്പാക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണം. ഞാൻ ചോദിച്ചു, ഇപ്പോൾ പൈസയൊക്കെ ഉണ്ടോ? സാധേ, എൻ്റെ വാപ്പ ആരാന്നറിയോ? കോട്ടയം ജില്ലയിലെ അറിയപ്പെട്ട ഒരു വലിയ വ്യാപാരിയാണ്. ഏകദേശം
7-8 ലക്ഷം രൂപ ഒരു മാസം തന്നെ വാടക ഇനത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഉസ്താദെ പൈസ കൊണ്ടൊന്നും ഒന്നും നടക്കൂല, അള്ളാഹ് തീരുമാനിക്കണം നമ്മൾ എങ്ങനെയാവണമെന്ന്, അല്ലേ? അതുകൊണ്ട് പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്ത് അത് എണ്ണാൻ തുടങ്ങിയാൽ തീരൂല. അതുകൊണ്ട് പറയണം എൻ്റെ ഉമ്മമാരെ, പറയണം എൻ്റെ ഉപ്പമാരെ, ഈ സദസ്സിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, അല്ലാ എത്രയോ ആളുകളാണ് ഈ സദസ്സിൻ്റെ അവസാനം നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് എത്രയോ ആളുകളായിരിക്കും ദുആ കൊണ്ട് വസിയ്യത്ത് പറയുക, ഉസ്താദേ മക്കളില്ല നിങ്ങൾ ദുആ ചെയ്യണേ. എത്രയോ മക്കളെയാണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്. വാടക വീട്ടിലാണ്, സ്വന്തമായൊരു വീടില്ല. അല്ലാഹു എനിക്കും നിങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു വീട് തന്നില്ലയോ? അതുപോലെ തന്നെ ക്യാൻസർ രോഗമാണ്, അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളാണ്, പ്രയാസമാണ്, കടങ്ങളാണ്. എത്രയോ പേരാണ് ദുആ വസിയ്യത്ത് പറയുന്നത്. ആ സമയത്ത് ഞാനും നിങ്ങളും ചിന്തിക്കണം, എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള നിഅമത്ത് എത്രയോ വലുതാണ്. ചെറുതാണെങ്കിലും കയറി കിടക്കാൻ ഒരു വീട് എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്നിട്ടില്ലയോ? അതുപോലെ തന്നെ മക്കളെ തന്നില്ലയോ? കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി, 25 വർഷമായി ഉസ്താദേ മക്കളില്ല ദുആ ചെയ്യണം. എത്രയോ പേരാണ് ദുആ വസിയ്യത്ത് പറയാറുള്ളത്. നമുക്ക് അല്ലാഹു തആല തന്നില്ലയോ? ആരോഗ്യമുള്ള 1, 2, 3, 4 മക്കളെ തന്നില്ലയോ? അൽഹംദുലില്ലാ പറയണ്ടേ, അൽഹംദുലില്ലാ പറയണ്ടേ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള നിഅമത്തുകളുണ്ടല്ലോ, അനുഗ്രഹങ്ങളുണ്ടല്ലോ, അതെല്ലാം 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണാം തുടങ്ങിയാൽ അത് തീരില്ലടോ, അത് തീരില്ലടോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ വാപ്പമാരെ, എൻ്റെ ഉമ്മമാരെ, നമ്മളെല്ലാവരും പരിശുദ്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയുന്നവരാണ്, അൽഹംദുലില്ലാ പറയുന്നവരാണ്, അല്ലാഹു അക്ബർ പറയുന്നവരാണ്. അതുകൊണ്ട് മാത്രം ഒതുക്കാൻ നിൽക്കരുതേ. എപ്പോ നമ്മൾ പറയണേ, എപ്പോഴും നമ്മൾ നമ്മുടെ നാവിലുണ്ടാവണേ അൽഹംദുലില്ലാ എന്നുള്ള വാക്കുണ്ടാവണേ. അൽഹംദുലില്ലാ എന്നുള്ള വാക്ക് അത് അത്ഭുതപ്പെടുത്തുന്ന വാക്കാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യൻ അവൻ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊരാൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? മനസ്സിൽ തട്ടിയിട്ട് ഒരാൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ. നിമിഷ നേരം മതി തെറ്റുകൾ പൊറുക്കാൻ. അതൊരു അനുഗ്രഹമല്ലേ? എത്രയോ കോടിക്കണക്കിന് തെറ്റുകളാണ്, ലക്ഷക്കണക്കിന് പാപങ്ങളാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്തു പോയത്. ഇതൊക്കെ എങ്ങനെ പൊറുപ്പിച്ചെടുക്കും? പറഞ്ഞോ, എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള നിഅമത്തുകൾ അധികരിപ്പിച്ചു തരുമെന്നാണ്. ഒരാൾ അൽഹംദുലില്ലാ എന്ന് അധികരിപ്പിച്ചാൽ അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ, കച്ചവടം ചെറുതാണെങ്കിൽ അൽഹംദുലില്ലാ പറഞ്ഞോ, അത് വലുതായിക്കോളും. നമുക്കത് പറ്റൂലല്ലോ. എങ്ങനെയുണ്ട് കാക്ക കച്ചവടം എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? വലിയ കുഴപ്പമില്ല, അങ്ങനെ പറയുള്ളൂ. വലിയ കുഴപ്പമില്ല, കഴിഞ്ഞ വർഷം കുഴപ്പമില്ലായിരുന്നു, ഈ വർഷം. കഴിഞ്ഞ വർഷം ചോദിച്ചപ്പോൾ ഇത് തന്നെ പറഞ്ഞത്, കഴിഞ്ഞ വർഷം കുഴപ്പമില്ല, ഈ വർഷം. അപ്പൊ ഇല്ലാക്കത് തീരൂല. ഒരു അറബിയോട് ചോദിക്കാം, അറബികളോട് ചോദിച്ചാൽ അവർ പറയും, തൻ്റെ കട ഇടിഞ്ഞു പൊളിഞ്ഞ് ഭൂമിയുടെ അടിയിലേക്ക് പോയ ഒരു അറബി, അയാൾ തൻ്റെ കടയുടെ മുമ്പിൽ ഇങ്ങനെ കൈയും രണ്ടും തലയെ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളോട് ചെന്ന് ചോദിക്കണം, കൈഫൽ ഹാൽ യാ ബാബ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? അപ്പോൾ പറയും അൽഹംദുലില്ലാ ഖൈർ. എന്നിട്ട് അയാൾ പറയും, ഇത് കണ്ട എൻ്റെ കച്ചവടം പോയെന്ന് പറയും. ആദ്യം അവരുടെ നാവിൽ വരുന്നത് അൽഹംദുലില്ലാ എന്ന വാക്കാൻ. നമുക്കില്ലാത്തതും അൽഹംദുലില്ലയാണ്. എങ്ങനെയുണ്ട്? സുഖമാണോ? ചോദ്യം. ഇത് റേഡിയോ പരിപാടിയല്ല കേട്ടോ. സുഖമാണോ? അതിന് ഉത്തരം പലരും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക, അല്ലേ? അൽഹംദുലില്ലാ എന്ന് പറയാൻ എന്തൊരു പാടാന്നറിയാം അങ്ങോട്ട് വരാൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചില ആൾക്കാർ നമ്മുടെ കടയിൽ വന്നിട്ട് ഒരു ചോദ്യം, എങ്ങനെ ഉണ്ടടാവേ അങ്ങനെ ചോദിക്കും. കുഴപ്പമില്ല, പിന്നെ അവൻ പോയാൽ പിന്നെ ഉള്ള കച്ചവടം മുഴുവൻ പോകും. അപ്പൊ പറയേണ്ടത്, ആര് നമ്മളോട് ഇപ്പൊ പലരും ചോദിക്കും, എങ്ങനെയുണ്ട് വീട് പണി, എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ എന്താ മക്കൾ എങ്ങനെയുണ്ട്, കുടുംബജീവിതം എങ്ങനെയുണ്ട്, കച്ചവടം എങ്ങനെയുണ്ട്, അതൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. അത് പറഞ്ഞാൽ
ചോദിക്കുന്ന ആളെ എങ്ങനെ ചോദിക്കാന്ന് അറിയില്ല. ചിലപ്പോൾ നമുക്ക് നന്മ ഉദ്ദേശിച്ച് ചോദിക്കുന്നവരാവാം, അല്ലെങ്കിൽ ഒരു കുശുമ്പിന്റെ കുഞ്ഞായ്മയുടെ ചോദ്യമാവാം, ഒരു അസൂയയുടെ ചോദ്യമാവാം. അപ്പൊ ഏത് തരത്തിലുള്ള ചോദ്യമാണെങ്കിലും എല്ലാ അസൂയയും, എല്ലാ കുശുമ്പുകളും, എല്ലാ സിഹറുകളും, എല്ലാ കണ്ണേറുകളും ഇല്ലാതായി പോവാൻ വേണ്ടി പറയേണ്ട വാക്കാണ് എന്ത് എന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ അൽഹംദുലില്ലാ. അത് മുറുകെ പിടിക്കണം. അറിയുമോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവേ, ഒരുപാട് ചരിത്രങ്ങളാണ് മൂസാ നബിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. തൂർ സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് പറ്റിയത് മൂസ നബിയേ? സങ്കടമാണല്ലോ, സന്താപമാണല്ലോ, മുഖത്തെന്താണ് ഒരു വാട്ടമുള്ളത്? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ജിബ്രീലേ, എങ്ങനെയാണ് ഞാൻ സങ്കടപ്പെടാതിരിക്കുക? വലിയൊരു ഗോൾഡൻ ചാൻസ് ആണല്ലോ എനിക്ക് നഷ്ടമായത്, വലിയൊരു അവസരമാണല്ലോ എനിക്ക് നഷ്ടമായത്. കാരണം ഇന്നലെയായിരുന്നു അള്ളാഹുവിനെ കാണാൻ വേണ്ടി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അള്ളാഹനെ കാണാൻ വേണ്ടി ഞാൻ തൂർ സീനാ പർവ്വതത്തിലേക്ക് പോയത്. അങ്ങനെ തൂർ സീനാ പർവ്വതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹനെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ കണ്ണുകൾ തുറക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, എൻ്റെ കണ്ണുകൾ കൊണ്ട് അള്ളാഹനെ കാണുക പോയിട്ട് അള്ളാഹുവിൻ്റെ പ്രകാശങ്ങളുടെ കോടിക്കണക്കിന് പ്രകാശങ്ങളിൽ ഒരു പ്രകാശം മാത്രമാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ബോധരഹിതനായി വീണു. ജിബ്രീലേ, എനിക്ക് അള്ളാഹനെ കാണാൻ പറ്റിയില്ല ജിബ്രീൽ, അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നു, ജിബ്രീലേ, എൻ്റെ പ്രവാചകനാകുന്ന മൂസയുണ്ടല്ലോ, ആ മൂസയോട് പറയണം. എന്താണ് പറയേണ്ടത്? മൂസ നബിയേ, നിങ്ങളുടെ വിഷമം മാറാൻ, നിങ്ങളുടെ സങ്കടം മാറാൻ ഒരു കാര്യം ഞാൻ ചെയ്തു തരാം. എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒരു സ്വർഗം കാണിച്ചു തരട്ടെയോ? നിങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരട്ടെയോ? അങ്ങനെ പോവുകയാണ് അത്ഭുതപ്പെടുത്തുന്ന സ്വർഗലോകത്തിലേക്ക് പോവുകയാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മഹാനായ ജിബ്രീൽ എന്ന മലക്കും കൂടി പോവുകയാണ്. അങ്ങനെ മൂസാ നബി സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. എന്തൊരു അത്ഭുതമാണ്! ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയവും ചിന്തിക്കാത്ത അത്ഭുതങ്ങളുടെ കലവറയാണല്ലോ സ്വർഗം. അങ്ങനെ സ്വർഗം മുഴുവനും കണ്ടിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, നിന്റെ ഒരുപാട് അജായിബകളുള്ള, നിന്റെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഈ സ്വർഗലോകമുണ്ടല്ലോ, ഈ സ്വർഗലോകത്ത് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് അല്ലാ? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാനും നിങ്ങളൊക്കെ വീട് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ താമസിക്കുന്ന വീട്ടില് ചില സ്ഥലങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടാകും. ചിലപ്പോൾ പറയും, അടുക്കളയാണ്, കിച്ചണാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ സിറ്റ് ഔട്ടാണ് ഇഷ്ടപ്പെട്ടത്, ബാൽക്കണിയാണ് ഇഷ്ടപ്പെട്ടത്, മാസ്റ്റർ ബെഡ്റൂം ആണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചില സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ടല്ലോ. അള്ളാഹുവിനോട് ചോദിക്കുന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവേ, നിനക്ക് ഏറ്റവും കൂടുതൽ ഈ സ്വർഗത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അള്ളാഹു പറയുകയാണ്, മൂസ നബിയേ, ഉണ്ട്, അത് മറ്റൊന്നുമല്ല, അത് ഖലീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അല്ല, അതൊരു കൊട്ടാരമാണെന്നും മറ്റൊരു അഭിപ്രായമുണ്ട്. എന്തുമാവട്ടെ, അത് കൊട്ടാരമായാലും സ്ഥലമായാലും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണത്, കൊട്ടാരമാണത്. ആ സമയത്ത് മൂസാ പ്രവാചകർ ചോദിക്കുന്നു, അള്ളാഹുവേ, പടച്ച റബ്ബേ, ആർക്കാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സംരംഭം, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ കൊട്ടാരം അല്ലെങ്കിൽ ഈ സ്ഥലം നീ ആർക്കാണ് കൊടുക്കുക? ആ
സമയത്ത് അല്ലാഹു പറയുന്നു, രണ്ട് സ്വഭാവമുള്ളവർക്കാണ് ഈ സദസ്സിൽ വന്നിരിക്കുന്ന എൻ്റെ ഉമ്മച്ചിമാരെ, എൻ്റെ വാപ്പിച്ചിമാരെ, നമ്മളെല്ലാവരും ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഈ രണ്ട് സ്വഭാവത്തിന്റെ ഉടമകളായി മാറിയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ ഇഷ്ടപ്പെട്ട ആ സ്ഥാനമുണ്ടല്ലോ, ആ വീടുണ്ടല്ലോ, കൊട്ടാരമുണ്ടല്ലോ, അതിൽ പാർക്കാന്, അതിൽ താമസിക്കാന് അള്ളാഹു നമുക്ക് അവസരം തരുന്നതാണ്. എന്നിട്ട് മഹാനായ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു, മൂസ നബിയേ, രണ്ട് സ്വഭാവമുള്ളവരാ. ഒന്നാമത്തെ സ്വഭാവം ഹും ഖൗമുൻ ഇദാ അസ്വാബതുഹും ബലിയാ. ഒരു വിഭാഗമുണ്ട്, ദുന്യാവിന്റെ തൊലിപ്പുറത്ത് ജീവിക്കുമ്പോ ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കും. മക്കൾ മരണപ്പെട്ടു പോകും മൂസ നബിയേ, അതുപോലെ തന്നെ ഭർത്താവ് വേഗത്തിൽ മരണപ്പെടും, ഭാര്യക്ക് അസുഖമുണ്ടാകും, അതുപോലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും, കടങ്ങളുണ്ടാകും, ഒരുപാട് രോഗങ്ങളുണ്ടാകും, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, അങ്ങനെ ഒരുപാട് ആ നീറുന്ന നൂറ് പ്രശ്നങ്ങൾ കൊടുക്കുന്ന സമയത്ത് സ്വബറൂ, അവർ ക്ഷമിക്കുന്നവരാൻ. ഇത് അല്ലാഹു തന്നതല്ലേ, പടച്ചോൻ വിധിച്ചതല്ലേ, അല്ലാഹു തന്നെ ഇത് പരിഹരിച്ചു തരുമെന്ന് വലിയ തഖ്വയുള്ള, വലിയ തവക്കലുള്ള മനസ്സുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പദവിയാകുന്ന ഈ ഹദീറത്ത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹദീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന സ്ഥലം കൊടുക്കുന്നത്, കൊട്ടാരം കൊടുക്കുന്നത്. എൻ്റെ ഉമ്മമാരെ, ഞാനും നിങ്ങളും അങ്ങനെയാണോ? ഒരു തലവേദന വന്നാ, മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാ, എന്തെങ്കിലും കടം വന്നാ, ഞാനും നിങ്ങളും പറയാറുണ്ടല്ലോ, എനിക്ക് മാത്രം എന്തിനാണ്, എൻ്റെ കുടുംബത്തിന് മാത്രം എന്തിനാണ് ഇങ്ങനെ പടച്ചോന് പരീക്ഷിക്കുന്നത്? ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്നവരല്ലേ, ഇതുപോലുള്ള മജ്‌ലിസുകളിൽ പോയി ഇരിക്കുന്നവരല്ലേ, അതുപോലെ തന്നെ ഒരുപാട് പൈസ ഞാൻ ചിലവഴിക്കുന്നുണ്ടല്ലോ, സ്വതക്ക കൊടുക്കുന്നുണ്ടല്ലോ, ഉസ്താദുമാർക്ക് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, യതീംഖാനക്ക് പിരിവ് കൊടുക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ അല്ലാഹു എന്നെ പരീക്ഷിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരാണോ ഞാനും നിങ്ങളും? അതല്ല, അത് അല്ലാഹു എനിക്ക് തന്നതല്ലേ. ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളുള്ള, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുള്ള എത്രയോ ആളുകളുണ്ടെന്ന് ചിന്തിക്കുകയാണോ ഞാനും നിങ്ങളും ചെയ്യാറുള്ളത്? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇത് അല്ലാഹു തന്ന പരീക്ഷണമാണ്, ഇത് അല്ലാഹു തന്നെ മാറ്റുന്നതാണ്. അവിടെയാണ് ഈമാൻ മുറുകെ പിടിക്കേണ്ടത്. ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ആളുകൾ അങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ പറയുന്നവരായിരിക്കാം ഈ സദസ്സിൽ കൂടുതലുള്ളത്. ഉസ്താദേ, ഇതൊക്കെ പടച്ചോൻ തന്നതല്ലേ, പടച്ചോൻ തന്നെ മാറ്റുന്നതാണ്, രോഗമല്ലേ. അല്ലാഹുവേ, ഒരു ദിവസം അതാ തിരുവനന്തപുരത്തേക്ക് ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഒരു കുടുംബത്തെ കണ്ടു. പാലക്കാട് മണ്ണാർക്കാട് നിന്നും വരുന്നൊരു കുടുംബമാണ്. ഞാനിരിക്കുന്ന സീറ്റിന്റെ നേരെ ഓപ്പോസിറ്റാണ് അവരിയ്ക്കുന്നത്. ഒരു വാപ്പയുണ്ട്, 2 മക്കളുണ്ട്, അവരുടെ ഉമ്മയുണ്ട്. ആ ഉമ്മയാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ സീറ്റുണ്ട്, പക്ഷേ ഇരിക്കുന്നില്ല, അവരങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ട്രെയിൻ കയറിയത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ്. അങ്ങനെ അവരെ നിന്ന് ഞാൻ കയറിയ ട്രെയിനിൽ അവരങ്ങനെ നിൽക്കുകയാണ്. നിന്ന് ഒരുപാട് സ്ഥലം കഴിഞ്ഞിട്ടും അവർ ഇരിക്കുന്നില്ല, ഒരുപാട് സ്ഥലം കഴിഞ്ഞിട്ടും അവർ ഇരിക്കുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, ഉമ്മാ, നിങ്ങൾക്ക് എന്താണ്, ഇരിക്കാൻ പ്രയാസമുണ്ടോ? അവിടെ സീറ്റുണ്ടല്ലോ, ഇരിക്കാമല്ലോ. ആ സമയത്ത് എൻ്റെ വേഷം കണ്ടിട്ട് പറയുന്നു, ഉസ്താദേ, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ആ സഹോദരിയുടെ ഭർത്താവ് പറയുന്നത്, ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യണം. ഞങ്ങൾ RCCയിലേക്ക് പോവുകയാണ്. എൻ്റെ ഭാര്യക്ക് മലദ്വാരത്തിലെ ക്യാൻസറാണ്. അവൾക്ക് ഒന്നുകിൽ കിടക്കണം, ഇരിക്കാൻ പറ്റൂല, നിൽക്കാൻ മാത്രമാണ് പറ്റുക. ആ സമയത്ത് ഞാൻ ആ ഉമ്മയെ ഇങ്ങനെ വിഷമത്തോടു കൂടി നോക്കുന്ന സമയത്ത് അവര് തിരിച്ചു ചോദിക്കുകയാണ്, ഉസ്താദിനെ കേട്ടപ്പോ വിഷമം തോന്നുന്നുണ്ടോ? എന്നാൽ എൻ്റെ പൊന്നുസ്താദേ, ആ RCCയിലേക്കൊന്ന് കടന്നു ചെന്നാൽ അല്ലാ, നെഞ്ചു പൊട്ടുന്ന കാഴ്ചയാണല്ലോ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുക. ജനിച്ച് ഉടൻ തന്നെ ക്യാൻസർ രോഗം വന്ന് തല നഷ്ടപ്പെട്ട എത്രയോ
കുട്ടികളുണ്ട്, കണ്ണിന്റെ കാഴ്ച പോയ കുട്ടികളുണ്ട്, ഉമ്മയുടെ ഗർഭാപാത്രത്തിൽ നിന്നും പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ ക്യാൻസർ രോഗമായിട്ട് വീഴുന്ന എത്രയോ കുട്ടികളാണുള്ളത്, എത്രയോ വൃദ്ധനാണുള്ളത്. അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ ശരീരം മുഴുവനും ക്യാൻസർ രോഗം പടർന്നു കിടക്കുന്ന എത്രയോ പാവപ്പെട്ടവരാണുള്ളത്. ഉസ്താദെ, എനിക്ക് നിൽക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ, എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എന്റെ മക്കളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എന്റെ ഭർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലും സാധിക്കാത്ത എത്രയോ ആളുകളാണ് ആ ഹോസ്പിറ്റലിൽ കഴിയുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഹദീസ് ചിന്തിച്ചതല്ലാ, ഇവരുടെ ഈമാൻ എനിക്കില്ലാതെ പോയല്ലോ, നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയല്ലോ. ചെറിയൊരു തലവേദന വരുമ്പോൾ തന്നെ അള്ളാനെ കുറ്റം പറയുന്നവരാണ് ഞാനും നിങ്ങളും. അങ്ങനെയുള്ള സ്വഭാവമാണെങ്കിൽ സ്വർഗം കിട്ടില്ല, സ്വർഗം കിട്ടില്ല, പരലോകം രക്ഷപ്പെടില്ല. അതുകൊണ്ട് തവക്കുല് വേണേ, അതുകൊണ്ട് വലിയ തവക്കുല് വേണേ, എപ്പോഴും നല്ല ദൃഢനിശ്ചയം വേണേ. അള്ളാഹു പറയുന്നു, മൂസ നബിയേ, രണ്ടാമത്തെ ഒരു സ്വഭാവമുണ്ട്. വഇദാ അൻഅംതു അലൈഹിം, ഞാൻ എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുത്താൽ, മക്കൾക്ക് ഗവൺമെന്റ് ജോലി കൊടുത്താൽ, അല്ലെങ്കിൽ ഒരുപാട് വർഷമായി മക്കളില്ലാതെ കഴിയുകയായിരുന്നു, ഞാൻ അവർക്ക് മക്കളെ കൊടുത്താൽ, എന്തെങ്കിലും കച്ചവടത്തിൽ ലാഭം കൊടുത്താൽ, അവരുടെ രോഗങ്ങൾ മാറിയാൽ, ശക്കറു, അവർ നന്ദി ചെയ്യുന്നവരാണ്, അൽഹംദുലില്ലാഹ് എന്നവർ നാവ് കൊണ്ട് പറയുന്നവരാണ്, കൃത്യസമയത്ത് അവർ നിസ്കരിക്കുന്നവരാണ്. ഞാൻ പറയട്ടെ, നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് മാത്രം പറയലല്ല, മറിച്ച് നമ്മുടെ നിസ്കാരം അല്ലാഹുവിനുള്ള നന്ദിയാണ്, നമ്മുടെ ഖുർആൻ പാരായണം അല്ലാഹുവിനുള്ള നന്ദിയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്കുക. ഇന്നത്തെ സുബ്ഹി നമസ്കാരം ഞാൻ ഖളാ ആക്കിയോ? ഇന്നത്തെ സുബ്ഹി നമസ്കാരം ഞാൻ ഖളാ ആക്കിയോ? ഇന്ന് എത്ര പേരാണ് ളുഹർ നമസ്കരിച്ചത്? ഇന്ന് എത്ര പേരാണ് അസർ നിസ്കരിച്ചത്? ഇന്ന് എത്ര പേരാണ് മഗ്രിബ് നിസ്കരിച്ചത്? ഉത്തരം പറയണ്ട, മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി. ഇതൊന്നും നമ്മൾ ചെയ്യാതെ പലരും നിസ്കാരം ഖളാ ആക്കുകയാണല്ലോ, നിസ്കരിക്കാറില്ലല്ലോ. എന്നിട്ടും അല്ലാഹു നമുക്ക് തരുന്ന കാര്യങ്ങൾക്കൊരു കുറവും വരുത്താറില്ല. ഇങ്ങനെ അല്ലാഹു തരുന്ന നിഅമത്തുകളുണ്ടല്ലോ, ആ നിഅമത്തുകൾക്ക് നന്ദിയുള്ളവരായാൽ അല്ലാഹു തആല തരുന്നത് സ്വർഗമല്ല, സ്വർഗത്തിലെ ഉന്നതമായ പദവികളാണെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും വേണ്ട വലിയൊരു കാര്യമാണ് ശുക്ർ ചെയ്യുന്ന, അല്ലെ, നന്ദിയുള്ള ഹൃദയം. നന്ദിയുള്ള ഹൃദയം, അൽഹംദുലില്ലാ എന്ന് പറയുക, അൽഹംദുലില്ലാ എന്ന് പറയുക. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ഒരല്പഭാഗം നിങ്ങൾ കേട്ടു. അള്ളാഹു താല സ്വീകരിക്കട്ടെ. ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി നിരവധി ആളുകൾ വന്നിരുന്നു. അവരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവരാണ്. ഓൺലൈനായി അന്ന് ലൈവിലൂടെ പലരും ഈ പ്രസംഗം കേട്ടിരുന്നു. അവരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ, അല്ലേ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ തന്നെ നിരവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല മാറ്റി തരട്ടെ. എല്ലാവിധ നന്മയും അള്ളാഹു താല നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.